എന്താ അച്ഛൻ? നീ എവിടെ പോകുന്നു? ഇന്നൊരു ഇന്റർ ക്ലാസ് മാച്ച് ഉണ്ട്. നിന്റെ ഈ സ്പോർട്സും വാങ്ങാത്തൊരിയും ഒന്ന് നിർത്താമോ? അച്ഛനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, ടിംബർ എക്സ്പോർട്ട്. അതിന്റെ മുഴുവൻ ചുമതലയും നീ ഏറ്റെടുക്കണം. ഇത് അച്ഛൻ സാറിന് പറയാറുള്ളതാണല്ലോ. ഇതങ്ങനെയല്ല, എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞു. ഏതായാലും ഒരു ഡിഗ്രി എടുക്കാതെ ഞാൻ പഠനം നിർത്തില്ല അച്ഛൻ. ഡിഗ്രി? നിന്റെ അച്ഛൻ ഏത് ഡിഗ്രി എടുത്തിട്ടാടാ ഇന്ന് ഈ നിലയിൽ എത്തിയത്? അത് പഴയ കാലം. ഏത് കാലമായാലും ജീവിക്കാൻ ഡിഗ്രി അല്ല, ബുദ്ധിയും തന്ത്രവുമാണ് ആവശ്യം. അച്ഛന്റെ വിശ്വാസം അച്ഛനെ രക്ഷിക്കട്ടെ. ഏതായാലും ഈ വർഷം കൂടെ കഴിയുമ്പോൾ എന്റെ പഠനം തീരും. അത് കഴിഞ്ഞ് നമുക്ക് ബിസിനസിനെ പറ്റി സംസാരിക്കാം. പോത്തിനോട് വേദം ഓതിയിട്ടെന്താ ഫലം? കഥകടച്ചറിഞ്ഞല്ലോ, ജേഴ്സി മാറ്റിയിരിക്കില്ലേ? നിങ്ങൾ എന്താ ഇവിടെ? സാറാണോ മാതാ കോളേജിലെ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ? ഞങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസാ. ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി, പേര് സലീം. എന്റെ പേര് ഷാൻ. ഞാൻ ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണ്. മൈ നെയിം ഇസ് ബാബു. ഞാൻ ഈ കോളേജിന്റെ ഫുട്ബോൾ ടീം ക്യാപ്റ്റനാണ്. നിങ്ങൾക്ക് എന്ത് വേണം? സാർ, ഞങ്ങൾക്ക് സിന്ധുവിനെ ഒന്ന് പരിചയപ്പെടണം. ചുമ്മാ നമസ്കാരം. നമസ്കാരം. മൈ നെയിം ഈസ് സിന്ധു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആദ്യമായിട്ട് ഒന്ന് പരിചയപ്പെടണം. എങ്ങനെയാ പരിചയപ്പെടേണ്ടത്? ഊരും പേരും എല്ലാം അറിയണം. അട്ടെ, ഒന്ന് ചോദിച്ചോട്ടെ, അമ്മ കളിക്കായിരുന്നു? ഓ ഇല്ല. കളിച്ചിരിക്കും, അല്ലെങ്കിൽ ഇത്ര ഫോമിൽ ഡോട്ട് ചെയ്യാനോ ഫിനിഷ് ചെയ്യാനോ സാധിക്കില്ല. വണ്ടർഫുൾ പെർഫോമൻസ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി. ഐ ആം സോറി. ആട്ടെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? PDC ഫൈനൽ ഇയർ ആണ്. ആ, അപ്പം ഡിഗ്രിക്ക് കോളേജിലേക്ക് പോരെ, കൺസെഷൻ വാങ്ങിച്ചു തരാം. അമ്മയോട് ചോദിക്കാൻ ഞങ്ങൾ ഇവിടുത്തെ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ വീട്ടിലോട്ട് അയക്കാം. എന്തു പറയുന്നു? എന്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് അമ്മയാണ്. അമ്മ അനുവദിച്ചാൽ. അമ്മേ, കാപ്പി. കാപ്പിയൊക്കെ തരാം. കളി ആര് ജയിച്ചു? എന്തു പറയാനാ അമ്മേ, 5 ഗോളിന് ഞങ്ങളുടെ കോളേജ് തോറ്റു. അയ്യേ, ഷേം ഷേം. എടാ സലീമേ, നീയല്ലേ പറഞ്ഞത് ഞങ്ങൾ ജയിക്കുമെന്ന്? ആന്റി പറഞ്ഞു ശരിയാ, പക്ഷെ മാതാ കോളേജിന്റെ ടീമിൽ ഒരു മിന്നൽ കൊടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പിന്നൽ കൊടിയോ? അതെ ആന്റി, സെൻട്രൽ ഫോർവേഡ് ആയിട്ട് ഒരു പെണ്ണ് കളിച്ചു. ഒരു 18 വയസ്സുണ്ട്.
ചക്കയിൽ ഈച്ച ഒട്ടി കിടക്കുന്ന പോലെ അവളുടെ കാലിൽ പന്തൊട്ടി കിടക്കുന്നു. ഈ 5 ഗോളും അവളെ സ്കോർ ചെയ്തു. നിങ്ങളുടെ പെമ്പിള്ളേർ വിചാരിച്ചിട്ട് അവളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ലേ? എവിടുന്ന്? അവൾമാരുടെ കോട്ട പൊളിച്ച് അവൾ കൈ കൊടുത്തു. എന്താ അവളുടെ പേര്? സിന്ധു. അമ്മേ, അടുത്ത വർഷം അവളെ ഞങ്ങളുടെ കോളേജിലേക്ക് തട്ടിയെടുക്കാൻ ഫിസിക്കൽ ഡയറക്ടർ ഏർപ്പാട് ചെയ്തു. ആരാ? സലിമോ? ഞാൻ സലീമിനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. നമ്മളെ ഫാദറിന്റെ ചൂടുള്ള കംപ്ലൈന്റ് വല്ലതും കിട്ടി കാണും. നിങ്ങൾ ബാപ്പയും മോനും തമ്മിൽ എന്താ എപ്പോഴും ഒരു വഴക്ക്? അങ്കിൾ, ബാപ്പ ഈ ലോകത്തല്ല ജീവിക്കുന്നത്. അറുത്ത് കൈക്ക് ഉപ്പ് തേക്കാത്ത പകയനാണ് അയാൾ. നീ അങ്ങനെ പറയരുത്. നിന്റെ ബാപ്പ ആർക്ക് വേണ്ടിയാ സമ്പാദിക്കുന്നത്? എനിക്ക് വേണ്ടിയല്ല. നോ, നിനക്ക് വേണ്ടിയാ. എന്നാ എന്റെ ആവശ്യത്തിന് കാശ് തരണ്ടേ? നാളത്തെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ കരുതുകയാണടാ. നാളത്തെ ആവശ്യത്തിന് ഞാൻ ഉണ്ടായിക്കോളാം. ഏതായാലും അങ്കിള് ബാപ്പയോടൊന്ന് പറഞ്ഞേക്ക്. എന്നെങ്കിലും ബാപ്പ മയ്യത്താവല്ലോ, അന്ന് ഇതെല്ലാം എന്റെ കയ്യിൽ വരുമെന്ന്. കള്ള 6-ാം പന്ത്രണ്ട് എന്താണ് ഈ പറഞ്ഞത്? അനക്ക് നമ്മൾ മയ്യത്താവണം അല്ലേ? നിങ്ങളാണ് പിന്നെ പിടക്കാക്കുന്നത്. ഓൻ വരുമ്പോ കൈ നിറച്ചും പൈസ കൊടുക്കും. നീ വാ മോനെ. ഹമീദെ, സലീമിനെ എന്റെ മകനെ പോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അതിന്റെ കൂലി പടച്ചോരങ്ങൾക്ക് തന്നിട്ടുണ്ട്. കണ്ടില്ലേ, പെറ്റ തറ ഇട്ടിട്ട് പോയ കുഞ്ഞിനെ വേറെ ഇറച്ചി പൊന്നുപോലെയല്ല കൊണ്ടുപോയത്. ഓളെ കാര്യം പറഞ്ഞപ്പോഴേ നിങ്ങളെ മുഖം മാറിയല്ലോ. ശരിക്കപ്പ നമ്മൾ അറിയാതെ പറഞ്ഞു പോയതാണ്. എന്തൊരു ചൂടാണ്. എടാ സലീമേ, നീ നെയ്ച്ചോറ് വെക്കണം. അല്ല പാപ്പ. പിന്നെ ഇവിടെ നെയ്യിന്റെ മണടിക്കുന്നതോ? ഉപ്പുമാവിന്റെ അകത്ത് നെയ്യ് ചേർത്തില്ല പാപ്പ. ആര് പറഞ്ഞടാ എന്നോട് നെയ്യ് ചേർക്കാൻ? അതിനുള്ള വരുമാനം ഉണ്ടോ പാപ്പയ്ക്ക്? പാപ്പ ക്ഷീണിച്ചിരിക്കല്ലേ, ശരീരത്തിൽ കാൽസ്യം വേണ്ടേ? പടച്ചോനെ, ആ സൂക്കേട് മാത്രം ഞമ്മക്ക് വേണ്ട. എന്റെ പാപ്പ, അത് സൂക്കേടല്ല. ഈ ശരീരത്തിന് എന്തെല്ലാം വൈറ്റമിൻസാ കൊടുക്കേണ്ടതെന്നറിയോ? വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ. നിർത്തടാ. അന്റെ ഒരു ABCD. നീ നെയ്യ് ചേർക്കേണ്ടതെന്ന് പറ. ബാപ്പ ഇത് കാര്യം ചെയ്യും, ഒരു നിക്കാഹ് കഴിക്കും. അപ്പം ബാപ്പയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വെച്ചിരുമല്ലോ. അടാ പറഞ്ഞോനെ, നീ പറഞ്ഞ എന്റെ കുട്ടൻസ് ബാപ്പയ്ക്ക് പിടി കിട്ടി. അനക്ക് പണിക്കാഴച്ചു. എന്റെ പാപ്പ, ഞാൻ LLB പാസ്സാവാതെ മാരേജിനെ പറ്റി ചിന്തിക്ക്. എന്നാ പാപ്പ എന്നോടൊരു കാര്യം പറയാം. നമ്മളെ കുഞ്ഞുപ്പാത്തുവിന്റെ പകല് ഒരു പെണ്ണുണ്ട്, സൈനവ. നീ കുഞ്ഞിനെ കണ്ടു കാണും. അവള് യത്തീമാണ്. അവളിവിടെ വീട്ടിൽ ജോലിക്കുള്ളത് നിർത്താം. സന്തോഷം. പിന്നെ ഒരു കാര്യം, നീ സൈനവന്റെ അടുത്ത് മുണ്ടോ ചിരിക്കോ അവളെ തൊഴുകയോ ചെയ്യരുത്. ഓക്കെ. പക്ഷേ പാപ്പയും ഇതുപോലെ തന്നെ ചെയ്യണം. ഓടാ നമുക്ക്. നീ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക്. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ. മോളെ സൈനവ. എന്താ പാപ്പ? മോളെ, ഇതാണ് ഞമ്മളെ മോൻ സലീം. ആര് പറഞ്ഞടാ നമുക്ക് എന്നോട് തിരിഞ്ഞു നോക്കാൻ? ആളൊന്ന് കാണണ്ടേ പാപ്പ? എന്നാ കണ്ടോ. അങ്ങനെ സൂക്ഷിച്ചു നോക്കണ്ട. ഈ പഴയന്റെ മുണ്ടൻ കാരണം എന്താ അറിയോ? പരിഷ്കാരിയാണ്. ഇമാന്റെ ഭേദം കണ്ടോ? എല്ലൂമ്പിക്ക് പഠിച്ചാണ്. എല്ലൂമ്പി അല്ലേ പാപ്പ? LLB. അതിനെ നമ്മളും പറഞ്ഞത്. അതെ, നീ പഠിച്ചിരുന്നെങ്കിൽ ഇവരെ കൊണ്ട് നമ്മളെ നിൽക്കാൻ നിർത്തിച്ചത്. പായ അടയ്ക്കട. എനിക്ക് പുറത്തേക്ക് പോയിക്കുക. ഇനി അടുക്കളക്കാരൊക്കെ
ഇപ്പോഴും നടക്കോളും